ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അതിന് ഞാൻ 1.5 കപ്പ് ബസ്മതി റൈസ് കഴുകി വെള്ളം നന്നായി തിളച്ചതിന് ശേഷം കുറച്ച് ഉപ്പും 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചോറാണിത്. ചോറ് ഒരുപാട് വെന്ത് പോകരുത്. ഒരു 1/4 വേവ് പാകമായി കഴിഞ്ഞാൽ കോരി മാറ്റി വെക്കണം. ചോറ് നന്നായി തണുത്തതിന് ശേഷമേ ഫ്രൈഡ് റൈസിന് എടുക്കാവൂ. ഇനി അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ ചിക്കിയെടുക്കും. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് കഴുകി അതും കൂടി ഒന്നിട്ട് 2 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു സവാള പൊടിയായി അരിഞ്ഞതും കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടി ഇട്ട് അതും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം 1 കപ്പ് ക്യാരറ്റ് അരിഞ്ഞതും 1 കപ്പ് ക്യാബേജ് അരിഞ്ഞതും 1/2 കപ്പ് ക്യാപ്സിക്ക അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പച്ചക്കറികളൊന്നും അധികം വേവണ്ട, ഒരു 2 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം വേണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര 2 ടീസ്പൂൺ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കാം. സെലറി ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ സെലറി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്. ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം ഉപ്പ് ചേർക്കാൻ. ചോറിനും സോയാ സോസിനൊക്കെ ഉപ്പുള്ളത് കൊണ്ട് നോക്കിയിട്ട് ഇടുക. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നത് 2 ടീസ്പൂൺ നല്ലെണ്ണയാണ്. നല്ലെണ്ണ ചേർത്ത് കഴിയുമ്പോഴാണ് ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു മണം നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ബൈ.